ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1971. ഇന്ന് മെയ് മാസം 24 144 ദിവസത്തിലെത്തി. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും 4-ാം അധ്യായം. യേശു ഇങ്ങനെ മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. പിശാച് ഒരു ഉയർന്ന പർവ്വതത്തിലേക്ക് യേശുവിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ലോകത്തിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് കാണിക്കുകയാണ്. എല്ലാ ദേശവും അതിന്റെ മഹത്വവും കാണിച്ചു കൊടുക്കുകയാണ്. ഈ അധികാരമൊക്കെയും അതിന്റെ സർവ മഹത്വവും നിനക്ക് തരാം. അവയെല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ അത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിക്കുന്നുവെങ്കിൽ അതെല്ലാം നിന്റേതാവും. സത്യത്തിൽ ലോകത്തിലെ വിഭവങ്ങളൊക്കെ ആര് എന്ന് എങ്ങനെയാണ് ഈ സാത്താനെ ഏൽപ്പിച്ചത്? ആരും ഏൽപ്പിച്ചതൊന്നുമല്ല. അയാൾ ഇതിന്റെ കർത്തൃത്വം സ്വയം ഏറ്റെടുത്തതാണ്. ഇതിന്റെ എല്ലാം, ഈ വിഭവങ്ങളുടെ എല്ലാം ഉടമ ഞാനാണെന്ന് അയാൾ എല്ലാവരും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്ര വേഗമാണ് ഓരോരുത്തരും അങ്ങനത്തെ ചില ക്ഷണങ്ങളിൽ വീണുപോകുന്നത്. എന്തൊക്കെയാണ്? ലോകത്തിലെ സകല ദേശവും അതിന്റെ സർവ മഹത്വവും സകല അധികാരം ഉയർന്നൊരു പർവ്വതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് താഴെയാണ് ഇവയെല്ലാം കാണിച്ചു കൊടുക്കുക. അപ്പൊ താഴെയുള്ള അല്ലെങ്കിൽ സാധാരണ ഇടത്തിൽ നിന്ന് ഉയർന്നൊരു സ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ട് കീഴിലുള്ള മുഴുവൻ ആളുകളെ നിനക്ക് അടിമയാക്കി തരാവുന്നൊക്കെയാണ്, നിന്റെ നിയന്ത്രണത്തിലാക്കി തരാവുന്നൊക്കെയാണ്. എത്ര വേഗമാണ് മനുഷ്യനെ ഈ അധികാരം ഭ്രമിപ്പിക്കുന്നത്, കൊതിപ്പിക്കുന്നത്, പ്രലോഭിപ്പിക്കുന്നത്, ഒടുവില് വല്ലാത്ത ചില ചുഴിയിലേക്ക് കൊണ്ടുപോയി വീഴ്ച തകർത്ത് കളയുന്നത്. നമ്മൾ അതിൽ നിന്ന് പുറത്തെയാടില്ല. അധികാരവും സത്യത്തില് ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോരുത്തരും അതിന്റെ നീതിയുക്തമായ കാര്യവിചാരകന്മാരാണ്. നീതിബോധത്തോടെ അവയെല്ലാം ഭൂമിയിൽ നിവർത്തിക്കേണ്ട കാര്യവിചാരകർ. കുറച്ചുകൂടി തുറന്നു പറഞ്ഞാൽ വിശ്വസ്തരായ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നീതി പുലർത്തണ്ടേ അവനവനോട്, പ്രപഞ്ചത്തോട്, മണ്ണിനോട്, ഭൂമിയോട്, സഹജീവികളോട്, സകല ചരാചരങ്ങളോടും കുറച്ചുകൂടി നീതി പുലർത്തിയേ മതിയാവും. അതുകൊണ്ട് തന്നെ ആ നീതിയുക്തമായ ഒരു ജീവിതം ക്രിസ്തുയേശുവിന്റെ മാതൃകയിൽ ഞാനും ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അത്തരമൊരു ജീവിതത്തിൽ എന്നെ തന്നെ നിലനിർത്തേണ്ടിയിരിക്കുന്നു. അത്തരമൊരു ജീവിതം സ്വപ്നം കണ്ട് ഞാൻ ക്രിസ്തുയേശുവിനെ പിന്തുടരേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ആമേൻ.